മാധുര്യമേറിയ ദൈവതിരുനാമത്തിന്റെ മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാമത് വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിപ്പിന് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങളുണ്ട്. അതിലൊന്നാണ് ബാറ. ബാറ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കി എന്നാണ്. ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. അവിടെ സൃഷ്ടിച്ചു എന്നതിന് ബാറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പദമാണ് നാം വായിച്ച വാക്യത്തിലെ മുളച്ചു വരട്ടെ എന്നതിന് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ആശ എന്നുള്ള പദമാണ്. ആശ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സംതിങ് അവിടെ ഉണ്ട്, പക്ഷെ അത് നിർജീവമായി പാഴായി കിടക്കുകയാണ്. ആ പാഴായി കിടക്കുന്നതിനെ പ്രയോജനമുള്ളതാക്കി, നല്ലതല്ലാത്തതിനെ നല്ലതാക്കി രൂപീകരിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ആധികാരികതയുള്ള ആ ശബ്ദമാണ് സത്യത്തിൽ ആശ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു. സത്യത്തിൽ ശരി തർജിമ ഭൂമി പാഴും ശൂന്യമായി തീർന്നു എന്നാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഒരു സമയം ഏറ്റവും നല്ലതായതിനെ, ഏറ്റവും പ്രയോജനമുള്ളതിനെ, ആര് കണ്ടാലും എന്ത് ക്ഷേമമായി ഇരിക്കുന്നു എന്ന് പറയുന്ന ചിലതിനെ ഇന്ന് പാഴാക്കി തീർത്ത, ശൂന്യമാക്കി തീർത്ത ദുഷ്ടശക്തികൾ ഉണ്ടെന്ന് പ്രിയ സുഹൃത്തെ നീ തിരിച്ചറിയണം. വാക്തത്വമുള്ളതിനെ ഒതുക്കി വച്ചിരിക്കുന്ന, കെട്ടിവച്ചിരിക്കുന്ന പോരാട്ടങ്ങൾ, വ്യാപാരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. നിന്റെ വിഷയങ്ങൾ എത്ര പാഴും ശൂന്യമായിക്കോട്ടെ, എന്തൊക്കെ എൻ്റെ കൈകളിലുണ്ട്, പക്ഷെ അത് നിർജീവമായി ഇരിക്കുകയാണ്, ചത്ത വിഷയമായി തീർന്നിരിക്കുന്നു, പാഴും ശൂന്യമായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, നിന്റെ വിഷയം, നിന്റെ കൈകളിലുള്ളത് അത് ചത്തതായിക്കോട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കൊടുക്കുവാൻ നീ ഒന്ന് തയ്യാറാകുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ, ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, വാനഗോളങ്ങളെ സൃഷ്ടിച്ച, നക്ഷത്രാദികളെ സൃഷ്ടിച്ച, അവയ്ക്കൊക്കെ അധിപനായ ആ ദൈവം നിന്റെ ജീവിതത്തെ നോക്കി, പാഴെ കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന കുടുംബത്തെ നോക്കി, നിന്റെ ആത്മീയതയെ നോക്കി, നിന്റെ ബിസിനസ്സിനെ നോക്കി അവൻ ഒന്ന് ആശ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തത് പരിവർത്തനപ്പെട്ടുകൊണ്ട് പ്രയോജനമുള്ളതാക്കി അത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവനോടൊന്ന് പറ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ഒരു പരിവർത്തനം ചെയ്യണം, നീ ഒന്ന് മാറ്റം, ഒരു വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ തരണം എന്ന് പറഞ്ഞാൽ രൂപമില്ലാതെ കിടക്കുന്നതിനെ, പ്രയോജനമില്ലാതായി കിടക്കുന്നതിനെ, പാഴും ശൂന്യമായി കിടക്കുന്നതിനെ ഏറ്റവും പ്രയോജനമുള്ളതാക്കി, നല്ലതാക്കി തീർക്കുവാൻ കൂടപ്പറപ്പേ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദൂത് ഹൃദയത്തോട് ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മേ ഗോഡ് ബ്ലസ്.